കോൺഗ്രസിൽ ഇപ്പോൾ ഒരു ചോദ്യം, ഏറ്റവും കരുത്തൻ KPCCയിൽ ആരാണ്? കെ സുധാകരനോ വി ഡി സതീശനോ? എന്തായാലും നിയമസഭാ സമ്മേളനം ആരംഭിച്ചെങ്കിലും വി ഡി സതീശൻ കമാന്ന് വാതുറക്കാതെ മിണ്ടാതിരിക്കുന്ന ഒരു ഗതികേടിലാണ്. കാരണം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റണമെന്ന് ഡൽഹിയിൽ ചെന്ന് ആവശ്യമുന്നയിച്ചു. നടക്കുന്ന കാര്യമല്ല, അതൊഴിച്ച് ബാക്കി എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എന്ന് ഹൈക്കമാൻഡ് തിരിച്ചു പറയുകയും ചെയ്തു. ഒപ്പം നിന്ന ഇതുവരെ ഒപ്പം കൂടെയുണ്ടായിരുന്ന KC വേണുഗോപാലാകട്ടെ കെ സുധാകരൻ പക്ഷത്തേക്ക് കളം മാറി ചവിട്ടുകയും ചെയ്തു. ഇതോടെ പെരുവഴിയിലായത് വി ഡി സതീശനാണ്. അതോടെ ഇനി കാര്യമായി ഒന്നും ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിട്ട് കാര്യമില്ല എന്നൊരു നിലപാടിലാണ് വി ഡി സതീശൻ ഇപ്പോൾ. KPCC പ്രസിഡന്റുമായി ഒത്തുപോകാനാകില്ലെന്നും ആ സ്ഥാനത്ത് നിന്നും സുധാകരനെ നിർബന്ധമായും മാറ്റണമെന്നുമാണ് ഡൽഹിയിൽ ചെന്ന് വി ഡി സതീശൻ ആവശ്യമുന്നയിച്ചത്. പക്ഷേ വീശുന്ന കാറ്റിനൊപ്പം പറക്കുന്ന AICC ജനറൽ സെക്രട്ടറി ഇത്തവണ കെ സുധാകരനൊപ്പമാണ് പറഞ്ഞത്. താൻ ഒഴിയാൻ തയ്യാറല്ല എന്ന നിലപാടാണ് സുധാകരനും കൈക്കൊണ്ടത്. ഒടുവിൽ ഹൈക്കമാൻഡിന് സുധാകരനൊപ്പം നിൽക്കേണ്ടി വന്നു. വി ഡി സതീശനെ ഹൈക്കമാൻഡ് തള്ളിപ്പറയുകയും ചെയ്തു. അങ്ങനെ ഡൽഹിയിലെത്തി ഉദ്ദേശിച്ച ലക്ഷ്യം പൂർത്തിയാക്കാതെ വി ഡി സതീശൻ നേരെ കേരളത്തിലെത്തി നിയമസഭയിലെത്തുകയും ചെയ്തു. സംസ്ഥാനത്തൊട്ടാകെയുണ്ടായ UDF തെരഞ്ഞെടുപ്പിൽ സുധാകരന് ഭൂരിപക്ഷമുണ്ടായത് സതീശനെ വെട്ടിലാക്കിയിരുന്നു. സുധാകരൻ നേരിയ വോട്ടിൽ ജയിച്ചാലും KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കളയാമെന്നാണ് സതീശനും കൂട്ടരും കരുതിയത്. സുധാകരൻ വിജയിച്ചാലും നേരിയ വോട്ടിനാകും എന്ന കോൺഗ്രസ് നേതാക്കളുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് കെ സുധാകരൻ കണ്ണൂരിൽ നിന്ന് ജയിച്ചു കയറിയത്. അതോടെ സുധാകരനെതിരെ ഒന്നും പറയാനാകാത്ത അവസ്ഥയിലായി ഹൈക്കമാൻഡും. അതുകൊണ്ട് തന്നെയാണ് സുധാകരനെ മാറ്റണമെന്ന് വി ഡി സതീശൻ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടപ്പോൾ നടക്കില്ല എന്ന് മുഖത്ത് നോക്കി തന്നെ ഹൈക്കമാൻഡ് മറുപടി നൽകിയതും. സുധാകരനുമായി തനിക്കിപ്പോഴും ഒത്തുപോകാൻ കഴിയുന്നില്ല എന്നതാണ് സതീശന്റെ നിലപാട്. തന്നെ വെട്ടിലാക്കുന്ന നിലപാടുകളും പരസ്യമായ തെറിവിളിയടക്കമുള്ള കാര്യങ്ങൾ സതീശൻ ഇപ്പോഴും ഉയർത്തിക്കാട്ടുന്നുണ്ട്. പക്ഷേ ഹൈക്കമാൻഡിന് ഇതൊന്നും ഒരു കാരണമല്ല. KC വേണുഗോപാലിന്റെ അന്തിമ പിന്തുണ സുധാകരന്റെ പക്ഷത്തേക്ക് മാറി എന്നതാണ് ശ്രദ്ധേയം. മികച്ച വിജയമുണ്ടായിട്ടും തന്നെ മാറ്റാനാണ് നീക്കമെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നും വി ഡി സതീശൻ മാറണമെന്ന ഒരു നിർദ്ദേശം കെ സുധാകരനും യോഗത്തിലെടുത്തിട്ടതോടെ എല്ലാം പെരുവഴിയിലായ അവസ്ഥയായി വി ഡി സതീശന്. സംഘടനാ പ്രശ്നങ്ങൾക്ക് കാരണം താൻ മാത്രമാണെന്ന വാദം അംഗീകരിക്കാനാകില്ല എന്നാണ് കെ സുധാകരൻ ചൂണ്ടിക്കാട്ടുന്നത്. ഇരട്ട പദവി ചൂണ്ടിക്കാട്ടിയാണ് കെ സുധാകരൻ ആദ്യം കണ്ണൂരിൽ മത്സരിക്കുന്നില്ല എന്ന് വാശി പിടിച്ചത്. പക്ഷേ വിജയിച്ചപ്പോൾ ഇപ്പോൾ സുധാകരൻ പറയുന്നത് കണ്ണൂരിൽ ഒരു പ്രശ്നവുമില്ല, താൻ അവിടുത്തെ MP ആണ്, KPCC അധ്യക്ഷ സ്ഥാനവും MP പദവിയും താൻ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ തനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല എന്നുമാണ് കെ സുധാകരൻ പറയുന്നത്. ഇതോടെയാണ് വി ഡി സതീശന് നിൽക്കള്ളിയില്ലാതെ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നതും. ഇനിയാകും കെ സുധാകരൻ യഥാർത്ഥ വെട്ടിനിരത്തൽ തുടങ്ങുക. വി ഡി സതീശനും കൂട്ടരും നിയമസഭാ സമ്മേളനത്തിൽ മുഴുകുമ്പോൾ കെ സുധാകരൻ KPCC ഓഫീസിലിരുന്ന് തന്റെ എതിരാളികളെ ഒന്നൊന്നായി മൂലക്കിരുത്തുന്ന തിരക്കിലാകും. എന്തായാലും കെ സുധാകരൻ വി ഡി സതീശൻ തർക്കം ഈ ഇടയ്ക്കൊന്നും തീരുന്ന ഒരു ലക്ഷണവും കാണാനുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ വേളയിൽ കോൺഗ്രസിനെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിന് പകരം പ്രതിപക്ഷ നേതാവും പാർട്ടി അധ്യക്ഷനും തമ്മിലുള്ള ഈ തർക്കങ്ങൾ കോൺഗ്രസിന്റെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തുമെന്ന സൂചന ഇപ്പോഴേ മറ്റു മുതിർന്ന നേതാക്കൾ നൽകി കഴിഞ്ഞു. മാറണമെങ്കിൽ എല്ലാവരും ഒരുമിച്ച് മാറണം. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടിയതുകൊണ്ട് ഒരു നേതൃമാറ്റം തൽക്കാലം ഒരു പദവിയിലും വേണ്ട എന്ന നിലപാടാണ് മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കും. ഇനി അടുത്ത തന്ത്രം എന്താവിഷ്കരിക്കും സുധാകരനെതിരെ എന്ന ആലോചനയിലാണ് ഇപ്പോൾ വി ഡി സതീശനും കൂട്ടരും.